ഇവിടെ രാത്രി നല്ല കടുവ ഇറങ്ങൂലേ? ആനയും കടുവൊക്കെ വയ്യാലോ. ഇവിടെ ആനക്കാരുണ്ട്. ഇവിടെ ചാടി കുളിക്കാൻ കഴിയും. തെളിഞ്ഞ വെള്ളല്ലേ? ഇവിടെ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട്. തണുപ്പില്ലേ? ഞങ്ങള് ചാടി ഇറങ്ങട്ടെ. ഇതില് ചാട്, ഇത് ചാടി തലമണ്ട പൊളിയും. പാറയാണ്. നിങ്ങൾക്ക് ഇറങ്ങണ? നിങ്ങൾ ഇറങ്ങണേ കുഴപ്പമൊന്നുമില്ല. പക്ഷെ 2 ദിവസം സ്കൂൾ മാസം പോകാൻ പറ്റില്ല. തണുത്തിട്ട് നിങ്ങൾ വീട്ടിൽ പോയി പനിക്കും. ഇപ്പിച്ചിക്ക് തന്നെ തണുക്കണ ജലദോഷം വന്ന മാതിരിണ്ട്. എന്താ കാടില്ലേ? ശരിയല്ലേ? ഊട്ടിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ വന്നാ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് തന്നെ വന്നാ മതില്ലേ? ഇവിടെ മലയെണ്ണാനൊക്കെ ഉണ്ടേ. മലയെണ്ണ ഉണ്ട്. പിന്നെ രാത്രി ഇല്ലേ? രാത്രി ഇവിടുന്ന് കടുവനെ കണ്ടിരിക്കുന്ന ആൾക്കാര് പത്രത്തില് കണ്ടിട്ടുണ്ട് നമ്മള്. അങ്ങോട്ട് നോക്ക്. പാറയും മരവും വെള്ളവും നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പ് കുടിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. കുടിക്കാനൊക്കെ പറ്റും തോന്നുന്നു. മലന്റെ മോളിന്ന് വരികയാണ്. കണ്ട ഇതിൽ കൂടെ എത്ര ആനേ? കടുവ പോയിട്ടുണ്ടോ? കടുവൊക്കെ ഇതിൽ കൂടെ പോയിട്ടുണ്ടോ? രാത്രി കൊണ്ട് വരാൻ പാടില്ല. രാത്രി കൊണ്ട് വരാൻ അയക്കൂല. കാടല്ലേ? ചുറ്റു സ്ഥലത്തും കറണ്ട് കൊടുത്തിക്കണേ. ആന ആന കണ്ടോ? ഇവിടുന്ന് ആൾക്കാർ അപ്പുറത്തേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടിട്ടേ കണ്ടോ? അവിടുന്ന് ആ കമ്പിവേലി കണ്ടോ? ജീവപൂലിയൊന്നും കൂടി ചാടാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ്. മഴ ഇവിടെ വേറെ ഇതുണ്ട്. ആ വെള്ളമല്ല അപ്പുറത്തും ചാടിയില്ലേ? ആ വെള്ളം ഇവിടെ വരികയാണ്. 25 ഉറുപ്പിയുള്ളൂ ഒരാൾക്ക്. അടിപൊളി. ഉണ്ടോ പണ്ടത്തെ മരങ്ങള് കണ്ടങ്ങള്? ആന ഇവിടെ വരുവേ. ആ 2 മണിക്കും 2:30 ഇടയിൽ ഇവിടെ ആന വരും സമയം നോക്കിയിട്ട്. മനസ്സിലായാ? ആനക്ക് സമയം നോക്കൂടെ. എന്നിട്ട് വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് പോകും. പിന്നെ അങ്ങോട്ടൊന്നും പോകരുത് അധികം. ആ പറഞ്ഞോളൂ. കണ്ട ആന തള്ളി മറിച്ചിട്ടിട്ട് അടാ പനമരം പനി ഓലൊക്കെ ആന വന്നിട്ട് തള്ളി മറിച്ചു. ഇങ്ങനെ പതുക്കെ പതുക്കെ നോക്കി ഇറങ്ങുക. എന്നിട്ട് ഇങ്ങനെ പോവുക. കണ്ടോ കുട്ടികൾ അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിട്ടേ അവിടെ കെട്ടിട്ടാണ് ഈ മരങ്ങളെ കൊണ്ടൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിട്ട്. ആ സേഫ്റ്റിക്ക് വേണ്ടിട്ട് വെച്ചാണ്. ഇതിന് മേലെ നല്ല ഉയരണ്ടില്ലേ? എന്താ സൗണ്ട് വെള്ളത്തിന്റെ. അടക്കണ്ട പ്യൂർ വാട്ടർ നോക്ക്. അതിന്റെ ചോട്ടിൽ ഇങ്ങനെ നിന്നിട്ട് കുളിക്കണം. അങ്ങോട്ട് പോകാനേക്കൂല. അങ്ങോട്ട് പോകാൻ പാടില്ല കേട്ടോ. വരുന്നവരൊന്നും അങ്ങോട്ട് പോകരുത്. സൗണ്ട് കണ്ടില്ല നിങ്ങൾ? എന്താ സൗണ്ട്. അങ്ങോട്ട് പോയാൽ എന്താ അറിയോ? തേക്ക് വീണിട്ടുണ്ടെങ്കിൽ തലമണ്ട പൊട്ടും. പിന്നെ പാറയും മുറിയും. പാറ പൊട്ടും. അപ്പൊ നാശനഷ്ടം ഉണ്ടാവും. കുളിക്കൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾക്ക് ഇപ്പം എന്താ അറിയോ? ഇപ്പം നമ്മൾ അതിനുള്ള വരവ് വന്നിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഇവിടെ കുളിക്കാം. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി താഴത്തേക്ക് അങ്ങനെയാണ്ട് പോകും. നമ്മളുടെ അവിടുത്തെ പാടങ്ങളൊക്കെ അല്ലേ? അവിടേക്ക് അങ്ങനെയാണ്ട് എത്തും. അന്ന് ഇതിൽ വന്നപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ അത് ഇവിടെ അല്ലല്ലേ? വേറെ കണ്ട പണ്ടത്തെ മരം നോക്ക്. വേരൊക്കെ നോക്ക്. അതാ ഒരു കൊച്ചി കണ്ട? കൊച്ചി കൊച്ചിൻ്റെ ശ്രദ്ധിച്ചു നോക്ക്. അവിടെ ഒരു കൊച്ചി. അങ്ങനെ ഈ മരങ്ങൾ എവിടെയും കണ്ടക്കണം. ഈ എന്ത്
ഈന്ത അങ്ങനെ എന്തോ പേര് ആ മരത്തിന്റെ. ഈ മരത്തിനൊക്കെ എത്ര വയസ്സുണ്ടാവും അറിയോ? നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടാവും. നല്ല വയസ്സുണ്ട്. ആ ഒരു പക്ഷിയുടെ കാലിന്റെ നഖമാലുണ്ട്. അതൊക്കെ അപ്പൊ എത്ര അടിയിൽ നമ്മൾ നിക്കണേ? ആ മലന്റെ ഉയരം നോക്ക്, എത്ര മേലെയാണ്. തണുക്കട്ടെ എന്തുവാ? നല്ല തണുപ്പുണ്ട്. കാടും വെള്ളവും എന്ത് തണുപ്പാണ്. ഇതിൽ കൂടി അയാൾ പറഞ്ഞു, സെക്യൂരിറ്റി നമ്മോട് പറഞ്ഞു ഇവിടെ ആന വരുന്നല്ലേ പറഞ്ഞത്. എന്താ മരൊക്കെ ഇളകുന്നുണ്ടല്ലോ. എടാ കടുവേ തോന്നുന്നു. കടുവേണോ അതഞ്ഞ്? ആ മറ്റാളാണ്, മറ്റാളാണ്. പിന്നെ എന്തൊക്കെ തിന്നാൻ വേണ്ടിട്ടേ ഒരുപാടുണ്ട്. ഫാമിലി മൊത്തം ഉണ്ട് തോന്നുന്നു. നോക്ക് അടിപൊളിയേ. ഇത് മറ്റേ ചെതലി പിടിച്ചിട്ടേ മരം അങ്ങോട്ട് ദ്രവിച്ചിക്കണ്. നമ്മളെ വലിയ ഉമ്മ കണ്ടാണ്ടല്ല, അതൊക്കെ കൊത്തിപ്പൊളിച്ചിട്ട് ഓട്ടോറിക്ഷയിലേക്ക് കൊണ്ടുപോകും ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അതിനൊക്കെ വേര് നോക്ക്. ഇതാ നോക്ക്, ഇതൊരു കറ ഉണ്ടാവും ഈ മരത്തില്. പിന്നെ നല്ല മഴ പെയ്യാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങോട്ടൊക്കെ വെള്ളം കയറും. ഇങ്ങോട്ടൊക്കെ വെള്ളം കയറിയിട്ട് ഇതെങ്ങനെയുണ്ട് ഈ പാലം? ഇതിൽ കൂടി നടന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്താ അറിയാ, താഴത്തേക്ക് വീഴുന്നല്ലേ ഉള്ളൂ. പിന്നെ തലമണ്ട പൊളിയും, അങ്ങനെ മുഖലക്ഷണം മാറും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ തൽക്കാലം ഇപ്പൊ കൂടി പോകണ്ട, നമ്മള് സൈഡിൽ കൂടി നിന്ന് കണ്ടാൽ മതി. നിങ്ങളവിടെ നിൽക്കി, ഞാൻ അങ്ങനെ പോയി നോക്കട്ടെ. പിന്നെ ഇതിന് ചുറ്റും കറണ്ട് കൊടുത്തിക്കണ്. കാരണം എന്താ പറയുക, ഇവിടെ ആനകൾ വന്നിട്ടേ വന്യജീവികൾ വരും. 2-3 വട്ടം ഇവിടെ നരകെ കണ്ടിട്ടുണ്ട് നമ്മൾ, പേപ്പറിൽ നോക്കിയില്ലേ അന്ന്. ശരിക്കും കാടാലേ. കണ്ടക്കാ സ്കൂട്ടർ പോണായിക്കൂടെ. ഇതികൂടെ ആന വന്നിട്ടുണ്ടാവും, മനസ്സിലായോ? ആന ഇങ്ങനെ ഇവിടെ ഉണ്ട്. അവിടെ ഒരു പെട്ടിക്കട അതിൽ വന്നിട്ട് ചായ കുടിച്ച് പോയിട്ടുണ്ടാവും. അതൊന്നുമില്ല, അവിടെ കടൊന്നുമില്ല ഈ കാട്ടിൽ. എന്ത് പെട്ടിക്കട? ആന വെറുതെ വന്നിട്ട് നല്ല രസമാണ് ആന ചീറ്റിനെ കാണാന്. അതിന് ചീറ്റെന്ന് പറയും, പുറക്കെ നനക്കാൻ വേണ്ടിട്ടൊക്കെ. ഇവിടെ നോക്ക്, പാറകള്. ഒരു വടിസഞ്ചി ഉണ്ടെങ്കിൽ ആ പാറ കഷ്ണം കൊണ്ടുപോയിരുന്നില്ലേ. നമ്മളിപ്പോ താഴത്തേക്ക് വന്നാണ് കണ്ട്. അപ്പൊ ഇവിടെ എന്താ അറിയോ, ഇവിടെ നമ്മള് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ 2 ഉണ്ട്. ഇവിടെ മറ്റേ ഇവിടെ വന്നിട്ട് താമസിക്കുന്നവർക്കൊക്കെ സ്വിമ്മിംഗ് പൂള് പൊളിച്ചില്ലേ. ആരും തണുത്തിട്ട് ആരും ഇറങ്ങണില്ല. വേണ്ട നോക്ക്, ഇപ്പൊ ഇറങ്ങണ്ട. നമ്മളിപ്പോ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. നമ്മളാകെ ഒരു ഡ്രസ്സല്ലേ ഉള്ളൂ. നല്ല ക്ലിയർ ഉണ്ടല്ലേ, പ്യൂർ വാട്ടർ. നോക്ക് നോക്ക് നോക്ക്, കണ്ടില്ലേ? പിന്നെ നോക്കടാ അന്തുവാ, അതൊക്കെ ടിക്കറ്റ്, പ്രവേശനം, പാസ് മൂലം 20, 100 അതിനുള്ളിലേക്ക് കയറാൻ. ഇവിടെ അങ്ങനെ ഇരുന്നിട്ടേ അങ്ങനെ ആടണല്ലേ. നല്ല ഓംലേറ്റും ചായയും വേണം, കട്ടൻ ചായ. പിന്നെ ഇക്ക് കണക്കുണ്ട്, നിങ്ങൾക്ക് കണക്കുണ്ടാ? നോക്ക്, പിന്നെ മഴ പെയ്താൽ ഇതിനേക്കാൾ രസം ഉണ്ടാവും. തോന വെള്ളം ഉണ്ടാവും. നോക്ക്, മൊത്തം കാട്. കാട് കാണണല്ലേ? എങ്ങനെ കാട് കാണുമ്പോ രസമാണ്. പക്ഷെ കാട് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല മോളെ. അങ്ങനൊക്കെ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. കാട് കാണാത്തവര് ഇങ്ങോട്ട് വന്നോളി.
കാടോട് ഇങ്ങോട്ട് വന്നാല് കാട് ചന്തല്ലേ. പക്ഷെ കാട് എല്ലാവർക്കും ഇഷ്ടപ്പെടൂലേ. ചിലവർക്കൊക്കെ ടൗണ് മൃഗശാല അങ്ങനെ സിറ്റിയൊക്കെ ആയിരിക്കും ഇഷ്ടപ്പെടില്ലേ. നമ്മൾ പിന്നെ ഇതൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ആക്കിയതാണ്. എന്താ വെച്ചാൽ എല്ലാ വീഡിയോയിലും എൻ്റെ മക്കൾ തന്നെ. മനസ്സിലായോ? ഞാൻ ആൾക്കാർക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടേ നമുക്കിങ്ങനെ. ഇതിലാണെങ്കിൽ വെള്ളവും പാറയും കാടും പിന്നെ കുറേ കിളികളുണ്ട്, നമ്മൾ എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. നോക്ക് നോക്ക്, എന്താ സൗണ്ട്, എന്താ സൗണ്ട്. നോക്ക്, പ്യുവർ വാട്ടർ. അതിനോട് കാലിട്ടിട്ടുണ്ടല്ലോ. രസമുണ്ടല്ലേ? നമുക്കല്ലേ അതില് കടന്നത് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇതില് പുറം പൊളിയും. അങ്ങനെയാണ് ഇതിന്റെ പാറകള്. പിന്നെ നല്ല ശ്രദ്ധിക്കണം. നോക്ക്, അതിന് മേലെന്താ കടുവൊന്നാവില്ല. എന്താ അറിയോ, മങ്കിയായിരിക്കും, കുരങ്ങനായിരിക്കും. നമുക്ക് ഒരു ദിവസം ഇവിടെ ഇറങ്ങാനും കുളിക്കാനായിട്ട് ഒരു ദിവസം വരണം കേട്ടോ, തയ്യാറെടുത്തിട്ട്. ഇങ്ങോട്ട് നോക്ക് അമ്തുമോനെ. നമുക്ക് വീഡിയോ നിർത്തല്ലേ ഇവിടെ. എന്നിട്ട് ഞാൻ പറയും, അപ്പോൾ ഈ കല്ലെടുത്ത് തരുന്നിട്ടാ. ഞാൻ വീഡിയോ എടുക്കുമ്പോ ഈ കല്ലെടുത്ത് തരുന്ന ആൾക്കാരെ മണ്ടക്കൊള്ളരുത്തിട്ടാ. ആൾക്കാരുണ്ടാവും അവിടെ എവിടെയെങ്കിലൊക്കെ കുളിക്കാതിരിക്കുന്നുണ്ടാവും. നമുക്കിവിടെ നിർത്തിയാലേ വീഡിയോ. ഭയങ്കര തണുപ്പ്, പിച്ചിക്ക് വയ്യ, കയ്യും കാലൊക്കെ കോച്ചണ്. എന്നാ കല്ലിട്ട് നോക്കിട്ടാ. സബ്സ്ക്രൈബ് ചെയ്യോ ആരെങ്കിലൊക്കെ? കല്ലിട്ട് കണ്ട്. എന്നാ നിർത്തട്ടെ. ഓക്കെ, ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ.